എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഭാഗവത പഠന ക്ലാസ് ഇന്ന് 62ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കുന്നത്. ഇതുവരെ കഴിഞ്ഞത് ഭാഗവതം പ്രഥമസ്കന്ധം 10ാം അധ്യായത്തിലെ 24 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇതുവരെ കഴിഞ്ഞത്. ഇന്ന് 25ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. നമ്മളുടെ ക്ലാസ് നയിക്കുന്നതിന് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറിനെ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സർ. സഹനാവവതു സഹനോ പുനഃതു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരേതുഭാവ വേദി തന്മയതയാ തരവോഗ്നേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതസ്മി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും നീതമായ നാമം. പ്രഥമസ്കന്ധത്തിലെ 10ാം അധ്യായത്തിൽ 25ാമത്തെ ശ്ലോകം ഇന്ന് ആരംഭിക്കുന്നത്. 24 വരെയാണ് കഴിഞ്ഞ ദിവസം എടുത്തത്. യദാഹ്യധർമ്മേണ തമോധിയോ നൃപാ ജീവന്തി തത്രൈഷ ഹി സത്വതഃ കിലാം തത്തേ ഭഗം സത്യമൃതം ദയാം യശോ ഭവായ രൂപാണി ദധദ്യുഗേ യുഗേ. യദാഹി എപ്പോഴാണോ അധർമ്മേണ അധർമ്മം കൊണ്ട് തമോധിയോ നൃപാഹ ഇരുണ്ടടച്ച ബുദ്ധിയോടുകൂടിയവരായ രാജാക്കന്മാർ, തമസ്സു പോലെയുള്ള ബുദ്ധി, ഇരുട്ട് പോലെയുള്ള ബുദ്ധി ഉള്ള നൃപാഹ രാജാക്കന്മാർ. അധർമ്മം ബാധിച്ചാൽ ബുദ്ധി ഇരുണ്ടടയ്ക്കും എന്ന് ഉറപ്പിക്കുകയാണ്. അങ്ങനെയുള്ള രാജാക്കന്മാർ ജീവിക്കുന്നു. തത്ര അവിടെ ഏഷഹി സത്വതക്കില, ഇവൻ തന്നെ സത്വഗുണം കൊണ്ട് ധത്തേ ഭഗം ഐശ്വര്യത്തെ ചെയ്യുന്നു. ഭഗം ഐശ്വര്യം. ധത്തേ ഭഗം ഐശ്വര്യത്തെ ചെയ്യുന്നു. സത്യം ഋതം ദയാം യശോ, സത്യത്തെയും ഋതത്തെയും ദയയെയും യശസ്സിനെയും ഇവയെ ധത്തെ ധരിക്കുന്നു. ഇവൻ സത്വഗുണം കൊണ്ട് ഐശ്വര്യത്തെയും ഭഗത്തെയും സത്യത്തെയും ഋതത്തെയും ദയയെയും യശസ്സിനെയും ധത്തെ ധരിക്കുന്നു. ഭാഗ്യം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഐശ്വര്യം തന്നെയാണ്. സത്യം ഉള്ള വസ്തുവിനെ കുറിച്ച് പറയുന്നതാണ് സത്യം. ഋതം അനുഭവിച്ചറിഞ്ഞ സത്യമാണ് ഋതം. തമ്മിലുള്ള വ്യത്യാസമല്ല. അനുഭവിച്ചറിയുന്ന സത്യത്തിന്റെ പേരാണ് ഋതം. ദയ നമുക്കറിയാം, യശസ്സും അറിയാം. ഭവായ സംസാരത്തിനായിക്കൊണ്ട് രൂപാണി ദധത് യുഗേ യുഗേ, യുഗങ്ങൾ തോറും രൂപങ്ങളെ ദധത് ധരിക്കുന്നു. ധരിക്കുന്നു. എപ്പോഴൊക്കെയാണോ രാജാക്കന്മാർ അന്ധകാരത്തിൽ അടയപ്പെട്ട ബുദ്ധിയോടുകൂടി അധർമ്മം കൊണ്ട് ജീവിക്കുന്നത്, അപ്പോൾ ആ ഭഗവാൻ സത്വഗുണത്തിൽ നിന്നും ഐശ്വര്യത്തെയും സത്യത്തെയും മൃതത്തെയും ദയയെയും യശസ്സിനെയും ധത്തെ ധരിച്ചുകൊണ്ട് രൂപങ്ങൾ, ഓരോ വിധത്തിലുള്ള അവതാരങ്ങളാകുന്ന രൂപങ്ങൾ, അത്
രക്ഷണത്തിന് വേണ്ടിയാണ്, സംസാരത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്, ലോക ജീവിതത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് രൂപാണി ദധത് യുഗേ യുഗേ, യുഗങ്ങൾ തോറും രൂപങ്ങളെ ധരിക്കുന്നു ഭഗവാൻ. ഇത് തന്നെയാണ് ഗീതയിൽ പറഞ്ഞത്, യഥാ യഥാഹി ധർമ്മസ്യ ഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സജമ്യഹം. അധർമ്മം കൊടുകുത്തിവാണ് രാജാക്കന്മാർ കണ്ണു കാണാത്തവരായി മാറുമ്പോൾ, രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ അധികാരത്തിന്റെ ധൂർത്തിൽ കണ്ണു കാണാതായി അധർമ്മം നിരന്തരം ചെയ്യുന്നു, അധർമ്മമാണെന്ന് അറിയാതെ. അങ്ങനെ എപ്പോഴൊക്കെയാണോ ഭൂമിയിൽ തമോ ഗുണമായ ഈ അധർമ്മം കൊടുകുത്തി വാഴുന്നത്, അപ്പോഴൊക്കെ ഭഗവാൻ തന്റെ സത്വഗുണം കൊണ്ട് ഐശ്വര്യവും സത്യവും വ്രതവും ദയയും യശസ്സും ഒക്കെ രക്ഷിക്കാൻ വേണ്ടി ഓരോ രൂപങ്ങൾ ധരിച്ച് ഈ പ്രപഞ്ചത്തിൽ അവതരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അങ്ങനെ അവതരിച്ച ഭഗവാനാണ് ഇപ്പൊ നമ്മളെ വിട്ടുപോകാൻ കൂടെ നിൽക്കുന്നത് എന്ന് അവർക്ക് നന്നായി ബോധ്യമായി. ഭഗവത് സ്വരൂപത്തെ ശരിക്കും അവർ തിരിച്ചറിഞ്ഞു. യഥാഹ്യധർമ്മേണ തമോധിയോ നൃപാഹം ജീവന്തി തത്രൈഷ ഹി സത്വതക്കിലാം തത്തേ ഭഗം സത്യമൃതം ദയാം യശോ ഭവായ രൂപാണി ദധദ്യുഗേ യുഗേ. തമോധിയഃ നൃപാഹം യഥാ ഹി അധർമ്മേണ ജീവന്തി തത്ര ഭവായ ഏഷ ഹി സത്വതഃ കില യുഗേ യുഗേ രൂപാണി ദധത് ഭഗം സത്യം ഋതം ദയാം യശഃ ധത്തെ. യഥാ ഹ്യധർമ്മേണ തമോധിയോ നൃപാഹ ജീവന്തി തത്രൈഷ ഹി സത്വതഃ കിലാം തത്തേ ഭഗം സത്യമൃതം ദയാം യശോ ഭവായ രൂപാണി ദധദ്യുഗേ യുഗേ. യഥാ ഹ്യധർമ്മേണ തമോധിയോ നൃപാഹ ജീവന്തി തത്രൈഷ ഹി സത്വതഃ കിലാം തത്തേ ഭഗം സത്യമൃതം ദയാം യശോ ഭവായ രൂപാണി ദധദ്യുഗേ യുഗേ. യഥാ ഹ്യധർമ്മേണ തമോധിയോ നൃപാഹ ജീവന്തി തത്രൈഷ ഹി സത്വതഃ കിലാം തത്തേ ഭഗം സത്യമൃതം ദയാം യശോ ഭവായ രൂപാണി ദധദ്യുഗേ യുഗേ. ഒരു ക്ലാസ്സിൽ 1 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാം. അഹോ അലം ശ്ലാഘ്യതമം യദോ കുലം അഹോ അലം പുണ്യതമം മധോർവനം യദേശ പുംസാമഷഭശ്രിയപ്രിയ സ്വജന്മന ചംക്രമണേന ചാഞ്ചതി. അഹോ ആശ്ചര്യം തന്നെ. അലം മതിയാകുവോളം, ശ്ലാഘ്യതമം ഏറ്റവും കീർത്തിക്കത്തക്കതായ, ശ്ലാഘ കീർത്തിയാണ്, അതിന്റെ തര തമപ്രത്യയമാണ്, ഏറ്റവും കൂടുതൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ശ്ലാഘ്യതമം. യദോഹു കുലം, യാദവകുലം എന്ത് കീർത്തിയുള്ളതായി മാറിയിരിക്കുന്നു. ആശ്ചര്യം തന്നെ. അഹോ അലം പുണ്യതമം മധുർവനം, മധുവനമായ മധുര, മതിയാകുവോളം പുണ്യതമമായി വിരാജിക്കുന്നു. യാദവന്മാരുടെ കുലം, മധുവനമായ മധുര, ഇത് രണ്ടും ശ്ലാഘ്യതമവും പുണ്യതമവുമായി മാറിയിരിക്കുന്നു. അഹോ ആശ്ചര്യം. യദേശ പുംസാമഷഭശ്രിയപ്രിയ, എന്തെന്നാൽ യത് ഏഷ ഇവൻ, പുംസാം ഋഷഭ, പുമാന്മാരിൽ വെച്ച് ഉത്കൃഷ്ടനായ, ശ്രേഷ്ഠനായ, പുരുഷോത്തമനായ, പുരുഷന്മാരിൽ വെച്ച് ഋഷഭൻ, ഋഷഭൻ ഉത്കൃഷ്ടൻ, ശ്രേഷ്ഠൻ. വേണേ പുരുഷന്മാരിൽ വെച്ച് ഉത്തമനായവനെ പുരുഷോത്തമൻ എന്ന് വിളിക്കാം. ശ്രീയപ്രിയ, ശ്രീയുടെ പ്രിയനാണ്, ലക്ഷ്മിയുടെ പ്രിയനാണ്. അങ്ങനെയുള്ള ഇവൻ യദേശ പുംസാം ഋഷഭ ശ്രീയപ്രിയ സ്വജന്മന, സ്വന്തം ജന്മം കൊണ്ട് തന്നെ
ചംക്രമണേന, ചംക്രമണം ചെയ്യുക, ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ച അഞ്ജതി, അഞ്ജതി അലങ്കരിക്കുന്നു. സംക്രമേണ അഞ്ജതി ച, ചാഞ്ചതി ഒറ്റ വാക്കല്ല, ച വേർതിരിച്ചിട്ട് അഞ്ജതി എന്നാണ് വാക്ക്. അഞ്ജതി ച എന്ന് നമ്മൾ അർത്ഥം പറയുമ്പോൾ തിരിച്ചിട്ട് പറയും. അലങ്കരിക്കുന്നു, അലങ്കരിക്കപ്പെടുന്നു. അഞ്ജതി ച, ചാഞ്ചതി. ഇവിടെ യാദവന്മാരുടെ സൗഭാഗ്യം എത്ര കൂടുതലാണ്. കാരണം ഭഗവാൻ യാദവ കുലത്തിൽ വന്ന് അവതരിച്ചില്ലേ. ഭഗവാന്റെ ജന്മം കൊണ്ട് പവിത്രമായ സ്ഥലമല്ലേ മധുര. ലക്ഷ്മി വല്ലഭനായ സാക്ഷാൽ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് ജന്മം സ്വീകരിച്ച് സ്വന്തം ജന്മം കൊണ്ട് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി. എന്താണ്, മധുരയില്, ദ്വാരകയില്, വൃന്ദാവനത്തില്, അമ്പാടിയില് ഒക്കെ ചുറ്റിക്കറങ്ങി. അവിടെ ഒക്കെ അലങ്കരിച്ചു. എവിടെയൊക്കെയാണോ ഭഗവാൻ സഞ്ചരിച്ചത് അവിടെ ഒക്കെ അലങ്കരിക്കും. ചംക്രമേണ അഞ്ജതിച്ച യത് ശ്രിയപ്രിയ പുംസാമൃഷഭ ഏഷ. ഇത് കാരണമായിട്ട് ലക്ഷ്മി ദേവിയുടെ പ്രാണപ്രിയനും പുരുഷോത്തമനുമായ ഏഷ ഇവൻ, ഈ ഭഗവാൻ, സ്വജന്മന യദോ കുലം, സ്വന്തം ജന്മം കൊണ്ട് യാദവ വംശത്തെ അഞ്ജതി അലങ്കരിക്കുന്നു. അതഹ അതുകൊണ്ട്, തത് ആ കുലം, അതഹ തത് അലം ശ്ലാഘ്യതമം അഹോ, അതുകൊണ്ട് തന്നെ ആ കുലം എന്ന് ശ്ലാഘ്യതമമാണ്, ആശ്ചര്യമായി. ചക്രമേണ മധുഹു വനം ച, സഞ്ചാരം കൊണ്ട് മധുരയെയും അഞ്ജതി അലങ്കരിക്കുന്നു. തത് പുണ്യതമം അഹോ, അത് പുണ്യതമമാണ്, ആശ്ചര്യമായി. അഹോ അലം ശ്ലാഘ്യതമം യദോ കുലം, അഹോ അലം പുണ്യതമം മധോർവനം, യദേഷ പുംസാമൃഷഭശ്രിയപ്രിയ സ്വജന്മന ചംക്രമണേന ചാഞ്ചതി. അഹോ അലം ശ്ലാഘ്യതമം യദോ കുലം, അഹോ അലം പുണ്യതമം മധോർവനം, യദേഷ പുംസാമൃഷഭശ്രിയപ്രിയ സ്വജന്മന ചംക്രമണേന ചാഞ്ചതി. അഹോ അലം ശ്ലാഘ്യതമം യദോ കുലം, അഹോ അലം പുണ്യതമം മധോർവനം, യദേഷ പുംസാമൃഷഭശ്രിയപ്രിയ സ്വജന്മന ചംക്രമണേന ചാഞ്ചതി. അഹോ ബത സ്വര്യശഫസ്തിരസ്കരീ ഉഷസ്ഥലേ പുണ്യശഫ്കരീ ഭുവ പശ്യന്തി നിത്യം യദനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതിം സ്മയത് പ്രജാഃ. അഹോ ബത, അത്യാശ്ചര്യം തന്നെ. സ്വര്യശഃ, സ്വർഗത്തിന്റെ കീർത്തി. സ്വര്യശഃ, സ്വർഗത്തിന്റെ യശസ്. സ്വര്യശഫഃ, തിരസ്കരി, തിരസ്കരിക്കുന്ന. സ്വർഗത്തിന്റെ കീർത്തിയെ തിരസ്കരിക്കുന്ന സ്വര്യശഫ് തിരസ്കരി, സ്വര്യശഃ തിരസ്കരി, സ്വര്യശഫ് സ്വര്യശഫ് തിരസ്കരി. കുശസ്ഥലി, ദ്വാരക. പുണ്യ യശഫ്കരി, പുണ്യമായ യശഫ് ഉണ്ടാക്കുന്നതാണ് ഭുവഃ, ഭൂമിക്ക്. ഭൂമിക്ക് ദ്വാരക ഒരു പുണ്യമായ കീർത്തി ഉണ്ടാക്കി കൊടുത്തു. സ്വർഗത്തിനേക്കാൾ മനോഹരമായ ഒരു കീർത്തി ദ്വാരകയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു. എന്തുകൊണ്ടാണ്? ഭഗവാൻ അവിടെ ജീവിക്കുന്നത് കൊണ്ട്. പശ്യന്തി നിത്യം യത് അനുഗ്രഹ ഈഷിതം. പശ്യന്തി, കാണുന്നു, എന്നും നിത്യമായും യാതൊരു ഭഗവാന്റെ അനുഗ്രഹത്താൽ
ചെയ്യപ്പെട്ട അനുഗ്രഹേഷിതം സ്മിതാവലോകം പുഞ്ചിരിയോടുകൂടിയുള്ള നോട്ടം സ്വപതിം സ്മ യത് പ്രജാഹ സ്വപതിം സ്വന്തം പതിയെ തങ്ങളുടെ നാഥനെ നിത്യം എല്ലാ ദിവസവും പശ്യന്തി സ്മ കാണുന്നുവല്ലോ. അഹോ ദ്വാരകാനിവാസികളുടെ ഭാഗ്യം എന്ന് പറയാൻ. മുമ്പ് മധുരയെ കുറിച്ചാണ് പറഞ്ഞത്, യാദവന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ശ്ലോകത്തിൽ ദ്വാരകയെ കുറിച്ച് പറയുക. ഉത്കൃഷ്ടമായ ലോകത്തിലെ ഒരു സ്വർഗം തന്നെയാണ് ദ്വാരക. സ്വർഗത്തിന്റെ കീർത്തിയെപ്പോലും തിരസ്കരിക്കുന്ന യശസ് ദ്വാരകയ്ക്കുണ്ട്. അത് ഭൂമിക്കൊരു പുണ്യമാണ്. ഭൂമിയിൽ ദ്വാരക അറിയാത്തവർ ആരും ഉണ്ടാവില്ല. ഭൂമിക്ക് പുണ്യമുണ്ടാക്കി കൊടുക്കുന്ന ഒരു നഗരമാണ് ദ്വാരക. എന്തെന്നാൽ ദ്വാരകവാസികളായ ജനങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം അവരിൽ ഉണ്ടെന്ന് എപ്പോഴും ബോധ്യമുള്ളവരാണ്. ദ്വാരകാ നിവാസികൾക്ക് ഭഗവാന്റെ അനുഗ്രഹം തങ്ങളുടെ കൂടെയുണ്ട് എന്നെപ്പോഴും നല്ല ഉറപ്പാണ്. അതെങ്ങനെ അറിയാം? അവരുടെ മന്ദഹാസം കാണാം, അവരുടെ പുഞ്ചിരി കണ്ടാറിയാം. ഭഗവാൻ കൂടെയുള്ളവരുടെയും ഭഗവാൻ കൂടെ ഇല്ലാത്തവരുടെയും പുഞ്ചിരി കണ്ടാൽ തിരിച്ചറിയാമെന്നാണ് വ്യാസൻ പറഞ്ഞത്. അറിയാം. ഈ തന്നെയല്ല അവരുടെ കടാക്ഷം, അവരുടെ നോട്ടം, അതെപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാനിലേക്കാണ്. അവർക്ക് എപ്പോഴും ഭഗവാനെ കണ്ടുകൊണ്ടേയിരിക്കാം. ദ്വാരകാനിവാസികളുടെ ഭാഗ്യം എന്ത് അത്ഭുതമാണ്. സ്വർഗവാസികൾക്ക് പോലും കിട്ടില്ല. സ്വർഗത്തിലുള്ളവർക്ക് ഭഗവാനെ കാണണേ എവിടെ ഇറങ്ങി വരണം? ഭൂമി വരണം, ദ്വാരകയിൽ. ദ്വാരകാനിവാസികളുടെ ഭാഗ്യം എപ്പോഴും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാം, ഭഗവാനോട് പുഞ്ചിരിക്കാം, ഭഗവാനോട് സംഭാഷണം ചെയ്യാം. ഇതൊരിക്കലും നഷ്ടപ്പെട്ടില്ല. ഇതാ നോക്കൂ, ഞങ്ങളെ ഇപ്പം ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ട് പോവാണ്? ദ്വാരകയിലേക്ക് പോവാണ്. ഇനി അവിടെയാണ് ഭഗവാൻ. എപ്പോഴും ഭഗവാനെ കണ്ട് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാകുമല്ലോ. അത് ദ്വാരകയുടെ സംഭവ കഥ എന്ന് ദ്വാരകയുടെ യശസ്സിനെ പാടി പുകഴ്ത്താണ്. അഹോബത, അത്യാശ്ചര്യം തന്നെ. കുശഫ്തലി സ്വർഗയശഫിനെ തിരസ്കരിക്കുന്നതാണ്. ഭുവഹ പുണ്യശഫ്കരി, ഭൂമിക്ക് പുണ്യമായ യശഫ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇത് എന്തെന്നാൽ പ്രജാഹാം അനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതിം നിത്യം പശ്യന്തി സ്മ. അവിടുത്തെ പ്രജകൾക്ക് അനുഗ്രഹം കൊണ്ട് ചെയ്യുന്ന ഭഗവാന്റെ പുഞ്ചിരി എന്നും കാണാം. കടാക്ഷത്തോടു കൂടിയ നോട്ടം അതെന്നും കാണാം. സ്വപതിയായ തങ്ങളുടെ നാഥനെ എന്നും കണ്ടുകൊണ്ടേയിരിക്കാമല്ലോ. എന്തൊരു ഭാഗ്യമാണ് ദ്വാരകക്കാരുടെ. അഹോബതഫ്വര്യശഫസ്തിരഫ്കരീം കുശസ്ഥലേ പുണ്യേശഫ്കരീ ഭുവാം പശ്യന്തി നിത്യം യദനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതിം സ്മയത് പ്രജാഹം. അഹോബതഫ്വര്യശഫസ്തിരഫ്കരീം കുശസ്ഥലേ പുണ്യേശഫ്കരീ ഭുവാം പശ്യന്തി നിത്യം യദനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതിം സ്മയത് പ്രജാഹം. അഹോബതഫ്വര്യശഫസ്തിരഫ്കരീം കുശസ്ഥലേ പുണ്യേശഫ്കരീ ഭുവാം പശ്യന്തി നിത്യം യദനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതിം സ്മയത് പ്രജാഹം. നൂനം വ്രതസ്നാനഹുതാദിനേശ്വരാം സ്വമർച്ചിതോ ഹ്യസ്യ ഗൃഹീതപാണി വിബന്ധിയാ സഖ്യ അധരാമൃതം മുഹുർ വ്രജസ്ത്രിയ മുഹുര്യദാശയാഃ. നൂനം തീർച്ചയായിട്ടും വ്രത സ്നാന ഹുതാദിന ഈശ്വര, വ്രതസ്നാന ഹുതാദിനേശ്വര. വ്രതം കൊണ്ട്
സ്നാനം കൊണ്ട്, ഹുതം ഹോമം കൊണ്ട്, ഇത്യാദി കൊണ്ട് ഈശ്വരനായ ഭഗവാൻ ഫമർച്ചിത നന്നായി അർച്ചിക്കപ്പെട്ടിരിക്കുക. മാത്രമല്ല ഹി അഫ്യ, ഹ്യഫ്യ രണ്ടു വാക്കാണ്. ഹി അഫ്യ, അഫ്യ ഇവന്റെ ഗൃഹീത പാണി, കൈ പിടിക്കാൻ പറ്റുള്ളൂ. ഭഗവാന്റെ കൈ സ്വന്തം കൈ കൊണ്ട് പിടിക്കാൻ പറ്റും. പിബന്തി കുടിക്കുന്നു, യാഹ യാതൊരു സ്ത്രീകൾ, സഖി അധരാമൃതം, സഖിയായ ഭഗവാന്റെ അധരാമൃതത്തെ പാനം ചെയ്യാൻ പറ്റുന്നുവല്ലോ. മുഹുർ വീണ്ടും വീണ്ടും, വ്രജസ്ത്രീയ ഗോപസ്ത്രീമാർ, ഫം മുഹു മോഹിക്കുന്നു, യത് ആശയ യാതൊരു ഭഗവാനിൽ ആശ ഉറപ്പിച്ചുകൊണ്ട് അവർ മോഹാലസ്യപ്പെട്ട് മോഹിച്ചു വീഴുന്നല്ലോ ഈ ഗോപസ്ത്രീകൾ. കൃഷ്ണനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച കുറെ ഗോപസ്ത്രീകൾ അവര് പൂർവ്വജന്മത്തിൽ എന്ത് സുഹൃതം ചെയ്തിട്ടിരിക്കും? എത്ര വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടാകും, എത്ര പ്രാവശ്യം സ്നാനം ചെയ്തിട്ടുണ്ടാകും, എത്രയോ ഹോമങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള സദ്ധർമ്മങ്ങളെ കൊണ്ട് അവര് ഭഗവാനെ പൂജിച്ചതിന്റെ ഫലമാണ് ഈ ജന്മത്തിൽ അവർക്ക് ഗോപസ്ത്രീകളായിട്ട് ജനിച്ച് ഭഗവാനെ പരിചരിച്ച് ഭഗവാന്റെ അധരാമൃതം പാനം ചെയ്ത് ഭഗവാന്റെ തങ്ങളുടെ കൈ കൊണ്ട് പിടിച്ച് ആ പത്നിമാർ വീണ്ടും വീണ്ടും ഈ അധരപാനം ചെയ്തില്ലേ, അവരുടെ ഭാഗ്യം അത്ഭുതം തന്നെയാണ്. ആ വ്രജസ്ത്രീകൾ ഭഗവാനെ കണ്ടു മോഹിച്ചു പോകുന്നില്ലേ? ഇത് ആർക്ക് കിട്ടി? ഭാരതത്തിൽ എത്രയോ രാജ്യങ്ങളുണ്ട്, ആർക്കും കിട്ടിയില്ല. ദ്വാരകയ്ക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പം ഗോപസ്ത്രീകളുടെ ഭാഗ്യം, ദ്വാരകയുടെ ഭാഗ്യം, മധുരയുടെ ഭാഗ്യം, യാദവന്മാരുടെ ഭാഗ്യം, ഇത് പഠിക്കാൻ പറ്റുന്ന നമ്മളുടെ ഭാഗ്യം. അല്ലെങ്കിൽ ഇതൊക്കെ അറിയാൻ എന്തായിരുന്നു വഴി എന്നാണ്. ഫഖി എന്നുള്ളത് സംബോധനയാണ്. ഹേ ഫഖി, അസ്യ ഗൃഹീതപാണിഭിഃ വ്രതസ്നാന ഹുതാദിന ഈശ്വരഃ സമർച്ചിതഃ ഹി. ഇവന്റെ കൈപിടിച്ച ഇവന്റെ ഭാര്യമാർ ഗൃഹസ്നാന വ്രതാദികളെ കൊണ്ട് ഈ ഈശ്വരൻ എത്ര പ്രാവശ്യം അർച്ചിച്ചിട്ടുണ്ട്? യാഹ അധരാമൃതം മുഹുഹു പിബന്തി, ഇവന്റെ അധരാമൃതത്തെ യാതൊരു സ്ത്രീകളാണോ വീണ്ടും വീണ്ടും പാനം ചെയ്യുന്നത്. യദാശയാഹ വ്രജസ്ത്രീയ സമ്മുഹു, ഭഗവാനിൽ ആഗ്രഹം മനസ്സ് വെച്ചുകൊണ്ട് ഈ ഗോപസ്ത്രീകൾ എത്ര പ്രാവശ്യം മോഹിച്ചു പോയിട്ടുണ്ടാകും. നൂനം വ്രതസ്നാനഹുതാദിനേശ്വരാം സമർച്ചിതോ ഹ്യസ്യ ഗൃഹീതപാണിഭിഃ പിബന്തിയാ സഖ്യധരാമൃതം മുഹുർ വ്രജസ്ത്രിയഃ സമ്മുഹുര്യദാശയാഹം. നൂനം വ്രതസ്നാനഹുതാദിനേശ്വരാം സമർച്ചിതോ ഹ്യസ്യ ഗൃഹീതപാണിഭിഃ പിബന്തിയാ സഖ്യധരാമൃതം മുഹുർ വ്രജസ്ത്രിയഃ സമ്മുഹുര്യദാശയാഹം. നൂനം വ്രതസ്നാനഹുതാദിനേശ്വരാം സമർച്ചിതോ ഹ്യസ്യ ഗൃഹീതപാണിഭിഃ പിബന്തിയാ സഖ്യധരാമൃതം മുഹുർ വ്രജസ്ത്രിയഃ സമ്മുഹുര്യദാശയാഹം. യാ വീര്യശുൽക്കേന ഹൃതാ സ്വയംവരേ പ്രമഥ്യ ചൈത്യപ്രമുഖൻ ഹി ശുഷ്മിണ പ്രദ്യുമ്ന സാംബാംബ സുതാദയോ പരാം യാശ്ചാഹൃത ഭൗമവധേ സഹസ്രശാം. ഏതപരം സ്ത്രീത്വം അപാസ്തപേശരം നിരസ്തശൗചം വ്യദസാധു കുർവതേ യാസാം ഗൃഹാത് പുഷ്കരലോചന പതിർ ന ജാത്വപൈത്യാഹൃതി സ്പൃശൻ. യാഹ യാതൊരു സ്ത്രീയാണ് വീര്യശുൽക്കേന, വീര്യത്തെ ശുൽക്കമായി കൊടുത്തിട്ട്, ബലം സ്ത്രീധനമായി കൊടുത്തിട്ട്, ഹൃതാഹ അപഹരിക്കപ്പെട്ടു, സ്വയംവരത്തിൽ യാതൊരു രുക്മിണീ ദേവിയാണോ
സ്വയംവര മണ്ഡപത്തിൽ വെച്ച് ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്ക് വെച്ച് തന്റെ വീര്യം സ്ത്രീക്ക് കൊടുക്കേണ്ട ധനമാണ്, സാധനമാണ് സ്ത്രീധനം. അത് ശുൽക്കം എന്നാണ്. ശുൽക്കം എന്ത് വേണേ കൊടുക്കാം, ധനം കൊടുക്കാം, ഐശ്വര്യം കൊടുക്കാം, വീട് കൊടുക്കാം, എന്ത് കൊടുക്കാം. ഇപ്പോഴത്തെ ഭാഷയിൽ കാറ് കൊടുക്കാം. പക്ഷെങ്കിൽ അവിടെ ഭഗവാൻ തന്റെ വീര്യമാണ് ശുൽക്കമായി അർപ്പിച്ചത്. വീര്യശുൽക്കേന ഹൃതാഹ അപഹരിക്കപ്പെട്ട രുക്മിണിയെ പ്രമധ്യ മഥിച്ചിട്ട് ചൈദ്യപ്രമുഖാൻകി, ചൈദ്യപ്രമുഖന്മാരായ ശിശുപാലാദികളെയൊക്കെ പ്രമധ്യ മഥിച്ചിട്ട് അവരെയൊക്കെ ശുഷ്മിണ ബലിഷ്ഠന്മാരായ ശുഷ്മികളായ അഗ്നി പോലെ കത്തിജ്വലിക്കുന്ന ചൈത്യപ്രമുഖന്മാരെയൊക്കെ മഥനം ചെയ്തിട്ടാണ് സ്വയംവരത്തിൽ വെച്ച് വീര്യശുൽക്കം കൊണ്ട് രുക്മിണിയെ അങ്ങ് അപഹരിച്ചു കൊണ്ടുവന്നു. പ്രദ്യുമ്ന സാംബ അംബഫുതാദയോ അപരാഹ. പ്രദ്യുമ്നൻ, സാമ്പൻ, അമ്പൻ മുതലായ പുത്രന്മാരോട് കൂടിയവരും. പ്രദ്യുമ്ന സാംബ അംബ ഫുതാദയോ അപരാഹ മറ്റുള്ളവർ. യാഹ ച ആഹൃതാഹ യാശ്ചാഹൃതാഹ. യാഹ ച യാതൊരുവരാണോ, യാതൊരു സ്ത്രീകളാണോ അപഹൃതാഹ അപഹരിക്കപ്പെട്ടു. ഭൗമവധേ നരകാസുരനെ വധിച്ചപ്പോൾ സഹസ്രശഃ ആയിരക്കണക്കിന്. ഭൗമൻ നരകാസുരൻ, ഭൂമിയുടെ പുത്രൻ. ഭൗമവധേ നരകാസുരനെ വധിച്ചപ്പോൾ ആയിരക്കണക്കിന് സ്ത്രീകളെ യാതൊരു ഭഗവാനാണോ തന്റെ കൂടെ ചേർത്ത് കൊണ്ടുപോയത്. വീര്യശുൽക്കം കൊണ്ട് ചൈത്യാദികളെയൊക്കെ മഥിച്ച് വീരന്മാരായ അവരെ ജയിച്ച് വീര്യശുൽക്കം കൊണ്ട് രുക്മിണിയെ അപഹരിച്ചുകൊണ്ടുപോയി. പ്രദ്യുമ്നൻ, സാമ്പൻ, അമ്പൻ മുതലായിരിക്കുന്ന പുത്രന്മാരോട് കൂടിയവരും നരകാസുരവധത്തിൽ മറ്റുള്ള ആയിരക്കണക്കിന് സ്ത്രീകളെയും തന്റെ വീര്യശുൽക്കമാകുന്ന പ്രഭാവം കൊണ്ട് അവരെയും തന്നോട് ചേർത്തവനാണ് ഭഗവാൻ. ഏതാപരം ഇതൊന്നും കൂടാതെ സ്ത്രീത്വം അപാസ്തപേശലം, സ്ത്രീത്വത്തെ അപാസ്തപേശലം, അപാസ്തമായ അസ്തമിച്ചു പോവാത്ത, നശിച്ചു പോവാത്ത, പേശലം ഭംഗി സൗന്ദര്യം, അപാസ്തപേശലം ഒരിക്കലും നഷ്ടപ്പെടാത്ത സൗന്ദര്യത്തോടു കൂടിയവനായ സ്ത്രീത്വം അപാസ്തപേശലം നിരസ്ത ശൗചം, നിരസ്തമായ നിരസിക്കപ്പെട്ട ശുദ്ധിയോടുകൂടിയതുമായ, ശൗചം ശുദ്ധി കൂടിയതുമായ ആ സ്ത്രീത്വത്തെ സാധുപൂർവതെ നന്നാക്കി ചെയ്തു. ഇതുകൂടാതെ അപാസ്തപേശലമായ സ്ത്രീത്വത്തെ, നിരസ്തശൗചമായ സ്ത്രീത്വത്തെ സാധുപൂർവതെ, സ്ത്രീത്വത്തെ ബഹുമാനിച്ച് ശുദ്ധമാക്കി തന്റെ കൂടെ ചേർത്തു ഭഗവാൻ. യാസാം ഗൃഹാത് യാതൊരു സ്ത്രീകളുടെ ഗൃഹത്തിൽ നിന്നും പുഷ്കരലോചന, പുഷ്കരലോചനായ താമരക്കണ്ണനായ ഭഗവാൻ പതിഹി ന ജാതു അപൈത്യാകൃതിഭിഹി ഹൃദിസ്പൃശൻ. യാതൊരുവരുടെ ഗൃഹത്തിൽ നിന്നും പുഷ്കരലോചനായ ഭഗവാൻ, പതിയായ ഭഗവാൻ ആഹൃതിഭിഹി ആഹരിക്കപ്പെട്ട വസ്തുക്കളാൽ പാരിജാതാദികളെ സ്വർഗത്തു നിന്നും അപഹരിച്ചു കൊണ്ടുവന്നിട്ട് ഹൃദി മനസ്സിൽ സ്പൃശൻ തട്ടുന്നവനായിട്ട്, സ്പർശിക്കുന്നവരായിട്ട്
ഒരിക്കലും ജാതു ഒരിക്കലും ന അപൈതി അപയാനം ചെയ്തില്ല, വഴിവിട്ടു പോയില്ല എന്നത്. ഭഗവാന്റെ ഗുണഗണങ്ങളെ പാടിപ്പുകഴ്ത്തുകയാണ് ഇവിടെയും. സ്വയംവരത്തിൽ രുക്മിണിയെ അപഹരിച്ചു കൊണ്ടത് വെറുതെ അല്ല, അങ്ങോട്ട് ശക്തി കൊടുത്തിട്ടാ, ചുമ്മാതല്ല. അതൊരു അപഹരണമല്ല, കൊടുത്തു വാങ്ങുമായിരുന്നു. പിടിച്ചു കെട്ടിക്കൊണ്ടുപോകല്ല ചെയ്തേ. ശിശുപാലനെയൊക്കെ തോൽപ്പിച്ച് തന്നെയാണ് കൊണ്ടുപോയത്. പ്രദ്യുമ്നെയും സാമ്പനെയും അമ്പനെയും ഒക്കെ പുത്രരായിട്ട് ലഭിച്ചവരായ രുക്മിണി, ജാമ്പവതി, നാഗ്നജിതി മുതലായ സ്ത്രീകളും നരകാസുരനെ വധിച്ച സമയത്ത് സ്വീകരിക്കപ്പെട്ട ആയിരക്കണക്കിന് സ്ത്രീകളും സ്ത്രീകളുടെ സ്വഭാവശുദ്ധികളെ ഭഗവാൻ ശുദ്ധീകരിച്ചു. കാരണം സ്ത്രീകൾക്കൊരു പോരായ്മയുള്ളത് ഇഷ്ടാനുസരണം അല്ലെങ്കിൽ ആരാലും രക്ഷിക്കപ്പെടാത്തൊരവസ്ഥ സ്ത്രീകൾക്കുണ്ടാവരുത്. അതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുക. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നൊക്കെ മനു പറഞ്ഞത് വെറുതെ വിളിച്ചു പോകാൻ വേണ്ടി അത് കത്തിക്കാനേ കൊള്ളുള്ളൂ. സ്വതന്ത്രം എന്ന വാക്കിന്റെ അർത്ഥം തന്റെ അധീനതയിൽ നിൽക്കാൻ പറ്റുന്നതിന്റെ പേരാണ്. സ്വസ്മിൻ തന്ത്രേ തിഷ്ഠതീതി സ്വതന്ത്രത. അവരവരുടെ അധീനതയിൽ കഴിയാനുള്ള അവകാശത്തിന്റെ പേരാണ് സ്വതന്ത്രത. അതാണ് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ട പരിരക്ഷ സ്ത്രീകൾക്ക് കൊടുക്കുകയാണ് ചെയ്തത്. മാതാപിതാക്കളും ഭർത്താക്കന്മാരും പുത്രന്മാരും സ്ത്രീകൾക്ക് 3 കാലഘട്ടത്തിൽ അവരവരുടെ ഇച്ഛയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ സഹായിക്കുന്നവരായി, പരിരക്ഷകരായി കൂടെ നിൽക്കും. അപ്പൊ പിന്നെ അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരപകടവും ആപത്തും ഉണ്ടാവില്ല എന്നുറപ്പാണ്. അങ്ങനെ ആപത്തും അപകടവും ഉണ്ടാകാതെ ജീവിക്കുന്ന അവസ്ഥയുടെ പേരാണ് സ്ത്രീകൾക്ക് സ്വതന്ത്രത എന്നുള്ളത്. അപ്പൊ ഇവിടെ സ്ത്രീകളെ ആരും ഉപദ്രവിക്കില്ല, ആരും ആക്രമിക്കില്ല, ആരും ദുഃഖിപ്പിക്കില്ല, ആരും വേദനിപ്പിക്കില്ല. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അവരുടെ ഇച്ഛാനുസരണം പ്രവർത്തിക്കാനുള്ള അധികാരത്തെ കൊടുക്കലാണ് ചെയ്തത്. തോന്നിവാസം നടക്കാനുള്ള ഒരു അവകാശമല്ല സ്വാതന്ത്ര്യം. അങ്ങനെ നമ്മൾ ധരിച്ചു. എന്റെ ഇഷ്ടം പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുക. അതല്ല, അവരവരുടെ അധീനതയിൽ അവരവർക്ക് ജീവിക്കാൻ പറ്റുന്നതിന്റെ പേരാണ് സ്വതന്ത്രത. അതിനെനിക്ക് പറ്റുന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ല. അതിന് പറ്റാത്ത അവസ്ഥകൾ സ്ത്രീകൾക്കുണ്ടായതിനെ എന്ത് ചെയ്തു? നമ്മൾ മാറ്റിയെടുത്തു, സ്ത്രീകൾക്ക് പരിരക്ഷ ഉണ്ടാക്കി. ഇതാണ് സ്ത്രീ സ്വതന്ത്ര മർഹസി എന്നൊക്കെ മനുസ്മൃതി പറഞ്ഞത്. ഇതറിയാതെ കത്തിച്ചു കളഞ്ഞാലും ആ പുസ്തകം പോകുള്ളൂ. മനുവിന്റെ വരികൾ ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. അത് വേറെ പുസ്തകത്തിലോ ജനഹൃദയങ്ങളിലോ ഒന്നും നിൽക്കും. അതുകൊണ്ട് മനുസ്മൃതി കത്തിച്ചു കളഞ്ഞുകൊണ്ട് ഇതൊന്നും നഷ്ടപ്പെട്ടു പോകും എന്ന് വിചാരിക്കാൻ ആവില്ല. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒരു പരിരക്ഷ ഭഗവാൻ ഉണ്ടാക്കി കൊടുത്തു. മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെട്ട് തടവിൽ പാർപ്പിച്ചത് കൊണ്ട് പരിശുദ്ധരല്ലാത്തരായ സ്ത്രീകളെ ഭഗവാൻ തന്റെ കൂടെ ചേർത്ത് അവരെ പരിശുദ്ധരാക്കി മാറ്റി. ഇനിയും എന്താണ്? സ്വർഗലോകത്ത് എന്ന് പാരിജാത വൃക്ഷത്തെ അപഹരിച്ച് തങ്ങളുടെ പത്നിമാരുടെ മുമ്പിൽ കൊണ്ട് കാഴ്ചവെച്ചു. അവർക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കി കൊടുത്തു. ഇത്രയും ആശ്ചര്യകരമായ സംഭവങ്ങൾ ഭഗവാൻ ചെയ്തപ്പോൾ ഇവരുടെ സ്ത്രീജന്മം സഫലമായി. ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് ഇവർക്ക് ഇനിയും സംസാരക്ലേശങ്ങൾ ഉണ്ടാവാതെ സ്ത്രീജന്മത്തെ അശുദ്ധമാക്കി മാറ്റാതെ അവർക്ക് മോക്ഷം ദാനം ചെയ്തു ഭഗവാൻ എന്നാണ് സാരം. അങ്ങനെ ശ്രീകൃഷ്ണ പ്രസാദമാക്ക് സിദ്ധിക്കുന്നുവോ അവർക്ക് മുക്തി തന്നെയാണ് ഫലം.
അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ അംഗസ്പർശം ഉണ്ടായാൽ, കൂടെ താമസിച്ചാൽ, ഒന്ന് കൈപിടിച്ചാൽ, ഒന്ന് ചുംബിച്ചാൽ, ഒന്ന് ആലിംഗനം ചെയ്താൽ, ഒന്ന് സംഭാഷണം ചെയ്താൽ, അടുക്കൽ അല്പസമയം ഇരുന്നാൽ ധാരാളം മതിയാകും, പരിശുദ്ധരാകും. അങ്ങനെയുള്ള ഭഗവാൻ ആണ് നമ്മളെ വിട്ടുപിരിഞ്ഞ് പോകാൻ പോകുന്നത്. ആ സമയത്ത് പോകുന്ന ആളുടെ ഗുണഗണങ്ങൾ എത്ര വർണ്ണിച്ചാലും വിശേഷിച്ചും മതിയാവില്ല. ശുഷ്മിണഃ ചൈത്യപ്രമുഖാൻ പ്രമഥ്യ പ്രദ്യുമ്നസാംബ അംബസുതാദേഹ ഭൗമവധേ അപരാഹ സഹസ്രശഃ യാഹ വീര്യശുൽക്കേന സ്വയംവരേ ഏതാഹ കൃതാഃ പരം അപാസ്തപേശലഃ നിരസ്തശൗചം സ്ത്രീത്വം സാധു കുർവതേ ബത യാസാം ഗൃഹാത് പുഷ്കരലോചനഃ പതിഃ ആഹൃതിഭിഃ ഹൃദി സ്പൃശൻ ജാതു ന അപൈതി. ഇതാണ് ഭഗവാന്റെ മാഹാത്മ്യം. യാ വീര്യശുൽക്കേന ഹൃതാ സ്വയംവരേ പ്രമഥ്യ ചൈത്യപ്രമുഖൻ ഹി ശുഷ്മിണാം പ്രദ്യുമ്ന സാംബംബസുതാദയോ പരാം യാശ്ചാഹൃതാ ഭൗമവധേ സഹസ്രശഃ ഏതാപരം സ്ത്രീത്വം അപാസ്തവേശലം നിരസ്തശൗചം ബത സാധു കുർവതേ യാസാം ഗൃഹാത് പുഷ്കരലോചനപതിർ ന ജാത്വപൈത്യാ ഹൃദി സ്പൃശൻ ഏതാപരം യാ വീര്യശുൽക്കേന ഹൃതാ സ്വയംവരേ പ്രമഥ്യ ചൈത്യപ്രമുഖാൻ ഹി ശുഷ്മിണാം പ്രദ്യുമ്ന സാംബംബസുതാദയോ പരാം യാശ്ചാഹൃതാ ഭൗമവധേ സഹസ്രശഃ ഏതാപരം സ്ത്രീത്വം അപാസ്തപേശലം നിരസ്തശൗചം ബത സാധു കുർവതേ യാസാം ഗൃഹാത് പുഷ്കരലോചനപതിർ ന ജാത്വപൈത്യാ ഹൃദി സ്പൃശൻ യാ വീര്യശുൽക്കേന ഹൃതാ സ്വയംവരേ പ്രമഥ്യ ചൈത്യപ്രമുഖാൻ ഹി ശുഷ്മിണാം പ്രദ്യുമ്ന സാംബംബസുതാദയോ പരാം യാശ്ചാഹൃതാ ഭൗമവധേ സഹസ്രശഃ ഏതാപരം സ്ത്രീത്വം അപാസ്തപേശലം നിരസ്തശൗചം ബത സാധു കുർവതേ യാസാം ഗൃഹാത് പുഷ്കരലോചനപതിർ ന ജാത്വപൈത്യാ ഹൃദി സ്പൃശൻ. ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്ഭുതകരമായ ലീലകളെയും പരിരക്ഷകളെയും കുറിച്ച് ഇവർ ഇത്രയും സമയം കുറെ അധികം സുദീർഘമായി ഭഗവാനെ കുറിച്ച് ഓർമ്മിച്ചു, സ്മരിച്ചു നമ്മളുള്ളത് പറഞ്ഞു. ഏവം വിധാഗതന്തീനാം ഫകിരഃ പുരയോഷിതാം നിരീക്ഷണേനാഭിനന്ദൻ സസ്മിതേന യയൗ ഹരി. ഏവം ഇങ്ങനെ, ഏവം വിധാഹ ഇപ്രകാരം, ഗതന്തീനാം പറയുന്നവരുടെ, ഫകിര ആ വാക്കുകൾ, പുരയോഷിതാം പുരസ്ത്രീകളുടെ, ദ്വാരകാപുര സ്ത്രീകളുടെ ഇപ്രകാരം പറയുന്ന ആ വാക്ക് നിരീക്ഷണേന അഭിനന്ദൻ, ഒരു നോട്ടം കൊണ്ട് ഭഗവാൻ അഭിനന്ദിച്ചു. ഒന്നും പറഞ്ഞില്ല, ഒന്ന് നോക്കിയതേ ഉള്ളൂ. സ്വസ്മിതേന എന്നിട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഹരി യയൗ കൃഷ്ണൻ പോയി. ഇവരടക്കം പറഞ്ഞ കാര്യമാണ് ഇത്രയും നേരം പറഞ്ഞത്. സ്ത്രീകൾ തമ്മിൽ കുശലം പറഞ്ഞു എന്നാണ്. അതാണ് ഇത്രയും നേരം നമ്മൾ കേട്ടത്. ഇത് ഭഗവാൻ കേട്ടു. ഈ അടക്കം പറഞ്ഞ കുശലം ഭഗവാൻ കേട്ടു, മനസ്സിലായി. ആ പുരസ്ത്രീകളുടെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഭഗവാൻ നിരീക്ഷണം കൊണ്ട് അഭിനന്ദിച്ചു, ഒരു നോട്ടം കൊണ്ട് നന്നായി എന്ന് പറഞ്ഞു. എന്നിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് ഭഗവാൻ യാത്രയായി. ഒന്നും മറുപടി പറയാനൊന്നുമില്ല. ഗതന്തീനാം പുരയൂഷിതാം ഏവം വിധാഹ ഗിരഹ
ഫസ്മിതേന നിരീക്ഷണേന അഭിനന്ദൻ ഫഹരി യയൗ ഏവം വിധാഗതം ദീനം ഫകില പുരയോഷിതാം നിരീക്ഷണേനാഭിനന്ദൻ ഫസ്മിതേന യയൗ ഹരി ഏവം വിധാഗതം ദീനം ഫകില പുരയോഷിതാം നിരീക്ഷണേനാഭിനന്ദൻ സ്വസ്മിതേന യയൗ ഹരി ഏവം വിധാഗതം ദീനം ഫകില പുരയോഷിതാം നിരീക്ഷണേനാഭിനന്ദൻ സ്വസ്മിതേന യയൗ ഹരി അജാതശത്രുപതനാം ഗോപീഥായ മധുദ്വിഷാം പരേഭ്യഃ ശങ്കിതസ്നേഹാത് പ്രായുങ്ക്ത ചതുരംഗിണി. അജാതശത്രുവായ യുധിഷ്ഠിരൻ, അജാതശത്രു യുധിഷ്ഠിരൻ പ്രതനാം തന്റെ സൈന്യത്തെ ഗോപീഥായ മധുദ്വിഷ, മധുദ്വിഷ ഗോപീഥായ, മധുദ്വേഷിയായ ഭഗവാന്റെ സംരക്ഷണയ്ക്ക് വേണ്ടി പരേഭ്യ ശങ്കിത, ശത്രുക്കളിൽ നിന്നും ശങ്കയുണ്ടായതുകൊണ്ട് സ്നേഹം കൊണ്ട് പ്രായുക്ത പ്രയോഗിച്ചു ചതുരംഗിണി. ഭഗവാന്റെ യാത്രയ്ക്ക് യുധിഷ്ഠിരൻ ചതുരംഗ സൈന്യത്തെ വിട്ടുകൊടുത്തു. എന്തിനു വേണ്ടിയാണ്? ഭഗവാന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി അവതരിച്ച ആളാണ് ഭഗവാൻ. ആ ഭഗവാന്റെ സുരക്ഷിതം ഓർത്തിട്ട് യുധിഷ്ഠിരൻ തന്റെ ചതുരംഗ സൈന്യത്തെ വിട്ടുകൊടുത്തു. ഭഗവാൻ ഒരു അപകടവും ഉണ്ടാവാതെ ഇവിടെ ചെല്ലണം, ദ്വാരകയിലെത്താൻ വേണ്ടിയിട്ട്. നോക്കൂ, പരേഭ്യ ശങ്കിത. എന്തുകൊണ്ടാ? സ്നേഹം കൊണ്ടാ. ഭഗവാനുള്ള സ്നേഹാധിക്യം കൊണ്ട് ഈ പരിരക്ഷ ചെയ്തു പോയതാ. ചതുരംഗ സൈന്യത്തെ വിട്ടുകൊടുത്തു. ധർമ്മപുത്രക്ക് ഭഗവാനെ രക്ഷിക്കാൻ ആവശ്യമില്ലെന്നറിയാമെങ്കിലും തന്റെ രാജ്യത്തു നിന്ന് ഭഗവാൻ മറ്റു രാജ്യത്തിലേക്ക് പോകുമ്പോൾ വല്ല അപകടമോ ആപത്തോ ഉണ്ടായാൽ ജനം തന്നെ പഴിക്കും. ഉണ്ടാവില്ല. ഒരു രാജാവിന്റെ ആശങ്കയാണ്. ഒരു VIP വിട്ടുപോകുമ്പോൾ അതിന്റെ കൂടെ കുറെ എസ്കോർട്ട് വാഹനങ്ങൾ ചതുരംഗ സൈന്യം വിട്ടുകൊടുക്കുന്നത് കടമയല്ലേ രാജാവിന്റെ? ഒരുപക്ഷെ ഇയാൾക്കൊരു അപകടം ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ അത് യുധിഷ്ഠിരൻ എന്ന രാജാവിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഭഗവാൻ രക്ഷയ്ക്ക് വേണ്ടി ചതുരംഗ സൈന്യത്തെ വിട്ടുകൊടുത്തു. അജാതശത്രുപ്രതനാം ഗോപീധായ മധുദ്വിഷാം പരേഭ്യ ശങ്കിത സ്നേഹാത് പ്രായുങ്ക്ത ചതുരംഗിണീം. പരേഭ്യ ശങ്കിത അജാതശത്രു, ശത്രുക്കളിൽ നിന്നും ശങ്കയുണ്ടായവനായ യുധിഷ്ഠിരൻ. സ്നേഹാത് മധുദ്വിഷ ഗോപീധായ, സ്നേഹം കൊണ്ട് മധുദ്വേഷിയായ ഭഗവാന്റെ രക്ഷയ്ക്കായി ചതുരംഗിണീം പൃതനാം പ്രായുങ്ക്ത, ചതുരംഗിണിയായ സൈന്യത്തെ നിയോഗിച്ചു. അജാതശത്രുപ്രതനാം ഗോപീധായ മധുദ്വിഷാം പരേഭ്യ ശങ്കിത സ്നേഹാത് പ്രായുങ്ക്ത ചതുരംഗിണീം. അജാതശത്രുപ്രതനാം ഗോപീധായ മധുദ്വിഷാം പരേഭ്യ ശങ്കിത സ്നേഹാത് പ്രായുങ്ക്ത ചതുരംഗിണീം. അഥ ദൂരാഗതൻ ശൗരി കൗരവൻ വിരഹാതുരാൻ സന്നിവർത്ത ദൃഢം സ്നിഗ്ധാൻ പ്രായാത് സ്വനഗരീം പ്രിയൈഹി. അഥ ദൂര ആഗതാൻ, വളരെ ദൂരം വന്നു ചേർന്നവരായ ശൗരിഹി കൃഷ്ണൻ, കൗരവാൻ വിരഹാതുരാൻ, വിരഹാതുരന്മാരായ കൗരവന്മാരെ. ദൂരാഗതാൻ വിരഹാതുരാൻ കൗരവാൻ സന്നിപത്യ, എന്തിരിച്ചയച്ചു. യുധിഷ്ഠിരന്റെ രാജ്യാതിർത്തി കടന്നു. ഇനിയും യുധിഷ്ഠിരന് പിന്തിരിഞ്ഞു പോകാം. ഇനിയും അടുത്ത രാജ്യത്തെ ചതുരംഗ സൈന്യവും രാജാക്കന്മാരുടെ സേവകന്മാരും ഈ VIP സ്വീകരിച്ചു കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട്
സന്നിവർത്തിയ പിന്തിരിപ്പിച്ചിട്ട് ദൃഢം നിശ്ചയമായിട്ടും സ്നിഗ്ധാൻ സ്നേഹമുള്ളവരെ പ്രായാത് സ്വനഗരീം പ്രിയൈഹി അവരവരുടെ പ്രിയകളോടൊപ്പം അവരവരുടെ നഗരിയിലേക്ക് ഭഗവാൻ പ്രായാത് പറഞ്ഞയച്ചു. അവരെല്ലാം എത്തിച്ചേർന്നു അവരുടെ നഗരങ്ങളിൽ. അഥ ശൗരിഹി പ്രിയൈഹി ദൂരാഗതാൻ ദൃഢം സ്നിഗ്ധാൻ വിരഹാതുരാൻ കൗരവാൻ സന്നിവർത്തിയ സ്വനഗരി പ്രായാത് സ്വന്തം നഗരിയായ ദ്വാരകയിലേക്ക് യാത്രയായി എത്തി. ഭഗവാൻ മറ്റവരെയൊക്കെ പറഞ്ഞയച്ചു, സൈന്യങ്ങളെയൊക്കെ പറഞ്ഞു വിട്ടു. എന്നിട്ട് സ്വന്തം നഗരത്തിലേക്ക് ഭഗവാൻ എത്തി. അഥ ശൗരിഹി പ്രിയൈഹി ദൂരാഗതാൻ ദൃഢം സ്നിഗ്ധാൻ വിരഹാതുരാൻ കൗരവാൻ സന്നിവർത്തിയ സ്വനഗരീം പ്രായാത് ദൂരെ വെച്ച് തന്നെ ഭഗവാൻ കൗരവാദികളായ വിരഹം കൊണ്ട് ദുഃഖിക്കുന്നവരെ യാത്രയാക്കി തിരിച്ചുവിട്ടു. എന്നിട്ട് സ്നേഹമുള്ളവനായ ഭഗവാൻ സ്വന്തം നഗരിയിലേക്ക് എത്തിച്ചു, ദ്വാരകയിലേക്ക്. അഥ ദൂരാഗതൻ ശൗരി കൗരവാൻ വിരഹാതുരാൻ സന്നിവർത്തിയ ദൃഢം സ്നിഗ്ധാൻ പ്രായാത് സ്വനഗരീം പ്രിയൈഹി. അഥ ദൂരാഗതാൻ ശൗരി കൗരവാൻ വിരഹാതുരാൻ സന്നിവർത്തിയ ദൃഢം സ്നിഗ്ധാൻ പ്രായാത് സ്വനഗരീം പ്രിയൈഹി. കുരുജാങ്കലപാഞ്ചാലാൻ ശൂരസേനാൻ സയാമുനാൻ ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യൻ സാരസ്വതാനഥ മരുധന്വമതിക്രമ്യ സൗഭീരാഭീരയോപ്പരാൻ ആനത്താൻ ഭാർഗവോപാകാൻ ശാന്തവാഹോ മനാഗ്വിഭൂ. പോയ വഴി ഇങ്ങനെയൊക്കെയാന്ന് പറയാൻ. കുരുദേശം, ജാങ്കരദേശം, പാഞ്ചാലം, ശൂരസേനൻ, യമുനയുടെ തീരത്തുള്ള കുറച്ച് ദേശങ്ങൾ, ബ്രഹ്മാവർത്തം, കുരുക്ഷേത്രം, മത്സ്യരാജ്യങ്ങൾ, സരസ്വതി നദിയുടെ തീരത്തുള്ള ദേശങ്ങൾ, ജലമില്ലാത്ത ദേശങ്ങൾ, അല്പജലമുള്ള സ്ഥലങ്ങൾ, ഇവയെല്ലാം കടന്ന് കുതിരകൾ ക്ഷീണിച്ചതുകൊണ്ട് പ്രഭുവായ ഭഗവാൻ ആഭീരദേശങ്ങളില് സിന്ധുദേശവും ആനത്തദേശവും ഒക്കെ പതുക്കെ സഞ്ചരിച്ച് അക്കരകൾ. കുരുജാങ്കല പാഞ്ചാലാൻ ശൂരസേനാൻ സയാമുനാൻ ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യാൻ സാരസ്വതാനഥ മരുധന്വമതിക്രമ്യ സൗഭീരാഭീരയോപ്പരാൻ ആനത്താൻ ഭാർഗവോപാകാത് ശാന്തവാഹോ മനാഗ്വിഭൂ. ഭാർഗവ എന്നുള്ള സംബോധനയാണ്. ഭൃഗുകുലത്തിലുണ്ടായവനെ ഹേ ഭാർഗവ, ശൗനകനെ വിളിച്ചതാണ്. യാമുനാൻ സാരസ്വതാൻ മരുധന്വ, യമുനാതീരം, സരസ്വതി നദിയുടെ തീരം, എന്നിട്ട് സാരസ്വതാൻ, യാമുനാൻ, മരുധന്വ, സരസ്വതി നദിയുടെ തീരത്ത്, യമുനാ നദിയുടെ തീരത്ത്, പിന്നെ സാരസ്വതാൻ സരസ്വതി നദിയുടെ തീരത്ത്, മരുധന്വം അതിക്രമ്യ, മരുധന്വത്തെ അതിക്രമിച്ചു കടന്നിട്ട്, മരുഭൂമിയെ അതിക്രമിച്ചു കടന്നിട്ട്, സൗഭീര ആഭീരയോപ്പരാൻ, സൗഭീര ആഭീരങ്ങളെ കടന്നിട്ട്, ആനത്താൻ, ആനത്ത രാജ്യത്തെ കടന്നിട്ട്, ഹേ ഭാർഗവ ഉപാഗച്ഛത് എത്തിച്ചേർന്നു, ശ്രാന്തവാഹോ കുതിരകൾ ക്ഷീണിച്ചത് കൊണ്ട്. വാഹം കുതിര, ശ്രാന്തം ക്ഷീണിച്ചത്, ശ്രാന്തവാഹോ മനാഗ്
സാവധാനം വിഭുവായ ഭഗവാൻ. ഹേ ഭാർഗവ സംബോധനയാണ്. യാമുനാൻ സാരസ്വതാൻ മരുധന്വം അതിക്രമ്യ ശ്രാന്തവാഹന വിഭു മനാഗ് ഉപാഗാത്. പോയ വഴികളെ കുറിച്ച് ദേശങ്ങള് നദികളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവിടെയൊക്കെ പിന്നിട്ട് ഭഗവാൻ വീണ്ടും സ്വന്തം ദേശത്തേക്ക് ദ്വാരകയിലേക്ക് തന്നെ എത്തിച്ചേരുകയാണ്. പതുക്കെയാണ് ഇനിയുള്ള യാത്ര. കുരുജാങ്കല പാഞ്ചാലാൻ ശൂരസേനൻ സയാമുനാൻ ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യാൻ സാരസ്വതാനഥാം മരുധന്വമതിക്രമ്യ ഭൂഭീരാഭീരയോപ്പരാൻ ആനത്തൻ ഭാർഗവോപാഗച്ഛത് സാന്തവാഹോ മനഗ്വിഭൂ. കുരുജാങ്കല പാഞ്ചാലാൻ ശൂരസേനൻ സയാമുനാൻ ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യൻ സാരസ്വതാനഥാം മരുധന്വമതിക്രമ്യ സൗഭീരാഭീരയോപ്പരാൻ ആനത്തൻ ഭാർഗവോപാഗാത് സാന്തവാഹോ മനഗ്വിഭൂ. കുരുജാങ്കല പാഞ്ചാലൻ ശൂരസേനൻ സയാമുനാൻ ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യൻ സാരസ്വതാനഥാം മരുധന്വമതിക്രമ്യ സൗഭീരാഭീരയോപ്പരാൻ ആനത്തൻ ഭാർഗവോപാഗാത് സാന്തവാഹോ മനഗ്വിഭൂ. തത്തേർഹരി പ്രത്യുദ്യതാർഹണ സായം ഭേജേദിശം പശ്ചാത് ഗവിഷ്ഠു ഗാം ഗതസ്തദാം. തത്ര അവിടെ എവിടെയാകട്ടെ, തത്തൈഹി അവിടെ ഉള്ളവരാൽ, തത്തന്മാർ അവിടെ ഉള്ളവരാൽ, ഹരിഹി പ്രത്യുദ്യത അർഹണ ഭഗവാൻ സ്വീകരിക്കപ്പെട്ട പൂജാവിധിയോട് കൂടിയവനായ ഭഗവാൻ. പ്രത്യുദ്യത എതിരേറ്റ് സ്വീകരിക്കുക, അർഹണം പൂജാവിധി. വരുന്ന വഴിക്ക് ദ്വാരകാനിവാസികൾ ഭഗവാനെ എതിരേറ്റ് പൂജിച്ച് ആരാധിച്ച് സ്വായം വൈകുന്നേരം ദിശം ഭേജേ ദിക്കിനെ പ്രാപിച്ചു, ദിക്കിലെത്തി, ദ്വാരക എന്ന ദിക്കിലേക്ക് എത്തി. പശ്ചാത് പടിഞ്ഞാറ് ഭാഗത്തുള്ള ദ്വാരകാദേശത്തിലെത്തി. ഗവിഷ്ഠു ഗാം ഗതസ്തത. അപ്പോൾ ഗവിഷ്ഠ എന്ന് വെച്ചാൽ സൂര്യൻ, ഗവിഷ്ഠൻ സൂര്യൻ, ഗോവിൽ സ്ഥിതി ചെയ്യുന്നവൻ. സൂര്യൻ ഗാം ഗത, ഗാം എന്ന് വെച്ചാൽ വെള്ളം. സൂര്യൻ സമുദ്രത്തിലേക്ക് പോകുന്നത് പോലെ ഗാം ഗതഹത്തത, അപ്പോൾ സൂര്യൻ സമുദ്രത്തിലേക്ക്. ഒന്നുമില്ല, നേരം സന്ധ്യയായപ്പോഴാണ് ഭഗവാൻ ദ്വാരകയിൽ എത്തിയതെന്ന് പറയാൻ വേണ്ടി ഒരു വാക്ക് പരിചയപ്പെടുത്തിയാണ് ഗവിഷ്ഠ എന്നൊരു വാക്ക്, സൂര്യന് പകരമുള്ള വാക്ക്. ഗാം എന്ന് വെച്ചാൽ സമുദ്രത്തിലേക്ക്, വെള്ളത്തിലേക്ക്. സൂര്യൻ വെള്ളത്തിലേക്ക് ചാഞ്ഞപ്പോൾ ദ്വാരകയിലെത്തി. സന്ധ്യയായപ്പോൾ ഭഗവാൻ പോകുന്ന വഴിക്കുള്ള എല്ലാവരുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സന്ധ്യകാലത്ത് പടിഞ്ഞാറ് ഭാഗത്തുള്ള ദ്വാരക എന്ന ദിക്കിലേക്ക് എത്തിച്ചു. തത്ര തത്തേഹി പ്രത്യുദ്യത അർഹണ ഹരിഹി പശ്ചാത് ദിശം സായം ഭേജെ ഗവിഷ്ഠ ഗാം തദാ ഗതഃ. തത്തേർ ഹരി പ്രത്യുദ്യതാർഹണാം സായം ഭേജേ ദിശം പശ്ചാത് ഗവിഷ്ഠു ഗാം ഗതസ്തദാം. തത്തേർ ഹരി പ്രത്യുദ്യതാർഹണാം സായം ഭേജേ ദിശം പശ്ചാത് ഗവിഷ്ഠു ഗാം ഗതസ്തദാം.
തത്ര ഹതത്തർത്തേർ ഹരിപ്രത്യുദ്യതർഹണാം സായംഭേയേ ദിശം പശ്ചാൻ ഗവിഷ്ടു ഗാംഗതസ്തദാം. 10-ാം അധ്യായം കഴിഞ്ഞു. രാത്രിയിൽ 10 മണി കഴിഞ്ഞു. ഉറക്കാനുള്ള സമയമായെങ്കിൽ പോലും ഈ അധ്യായം തീരട്ടെ എന്ന് കരുതി ഞാൻ എടുത്തു തീർത്തുന്നേ ഉള്ളൂ. ഇന്ന് നമുക്കിവിടെ ഉപസംഹരിക്കാം. 11-ാം അധ്യായം അടുത്ത ദിവസം എടുക്കാം. ആർക്കേതും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.